ഫ്രൈ ചില്ലി ചിക്കനാണ് നമ്മളിത് ചെയ്യുന്നത്. ഏകദേശം ഒരു 400 ഗ്രാം അടുത്തുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ ആണ്, അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. സോയാ സോസാണ് 2 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. 1 കോഴിമുട്ട, ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കുക. ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം, ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് അങ്ങോട്ട് പരത്തി. അപ്പോൾ നമുക്കിത് 2 ട്രിപ്പായിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്കത് കോരി ഇട്ടെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ എന്നിട്ട് ഇതുപോലെ നിർത്തി തന്നെ കോരി അങ്ങോട്ട് പോകും. ഇതുപോലെ കോരി നേരത്തെ പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. ചിക്കനൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ എണ്ണ ഇങ്ങോട്ട് മാറ്റാം. കാര്യം എണ്ണ ഈ പാത്രത്തിൻ്റെ അകത്ത് കൊള്ളത്തില്ല. ഇനി ഇത് അടുപ്പത്തിട്ട് വെക്കാം. ഇത് നമുക്ക് ഇതിനകത്തിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കറക്കി എടുത്താലും മതി. അതേ അളവിൽ തന്നെ ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കണം. വലുത് നോക്കി 2 സവോള ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. കളറൊന്ന് മാറി വരുന്ന ആ സമയത്ത് തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗമില്ലേ അതുകൂടെ ഇതിൻ്റെ കൊടുത്തിട്ടു. 2 ചെറിയ ക്യാപ്സിക്കയാണ് കരം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. റെഡ് ചില്ലി സോസ് 2 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പാണ് ഒരു 2 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറാണ്. ഒരല്പം പച്ചവെള്ളത്തിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ കോൺഫ്ലവർ കലക്കിയത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്ത് ഇടുക. അത്രേ ഉള്ളൂ. ഫ്രൈ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ചൂടായ ശേഷം അടുപ്പം നിർത്തും. അപ്പോൾ ചിക്കൻ മേടിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ്.